നമുക്കിന്ന് നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വാക് എന്താണ് എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു കമ്പനിയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അവർക്ക് ക്യാഷ് കിട്ടുന്നത് പല സോഴ്സസിൽ നിന്നായിരിക്കും. ഇപ്പം ഇക്വിറ്റി ആകാം, പ്രിഫറൻസ് ആകാം, ഡെറ്റ് ആകാം, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സും ആകാം. ഈ എല്ലാ സോഴ്സസിന്റെയും കോസ്റ്റ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആവറേജ് കോസ്റ്റിനെയാണ് നമ്മൾ വാക് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ക്യാഷ് യൂസ് ചെയ്യുമ്പം അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർ ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യും, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെക്ട് ചെയ്യും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലോ ഫിക്സ്ഡ് ഡിവിഡൻഡ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം ടോട്ടൽ ആവറേജ് കോസ്റ്റിനെയാണ് നമ്മൾ വാക് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വാക്കിന് രണ്ട് ഇക്വേഷൻ ആണുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് കെ ഇ ഇൻറ്റു W1 പ്ലസ് കെ ഡി ഇൻറ്റു W2 പ്ലസ് കെ പി ഇൻറ്റു W3 പ്ലസ് കെ ആർ ഇൻറ്റു W4. ഇതിൻ്റെ അകത്തെ കെ ഇ എന്ന് പറയുന്നത് എന്നാ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കെ ഡി കോസ്റ്റ് ഓഫ് ഡെറ്റ്, കെ പി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കെ ആർ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ W1, W2, W3, W4 എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്പെസിഫിക് കോസ്റ്റിന്റെ വെയിറ്റ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ എത്രയാണ്. W1 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ വെയിറ്റ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ എത്രയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. കെ ഡി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റിനോട് ചേർന്ന് നിൽക്കുന്ന വെയിറ്റ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ എത്രയാണ്. കെ പി എന്ന് പറയുന്നത് W3 എന്ന് പറയുന്നത് പ്രിഫറൻസിനോട് ചേർന്ന് നിൽക്കുന്ന വെയിറ്റ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ എത്രയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. W4 എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സിനോട് അസൈൻ ചെയ്യുന്ന വെയിറ്റ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ എത്രയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് വാക്കിന്, സമ്മേഷൻ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഡബ്ല്യു. എക്സ് എന്ന് പറയുന്നത് എന്നാ കോസ്റ്റ് ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഓരോ സോഴ്സസിനും സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോസ്റ്റ് എത്രയാണ്. ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ എത്രയാണ് ഓരോ സ്പെസിഫിക് സോഴ്സിന്റെ അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് കോസ്റ്റിന്റേതും എത്രയാണ് എന്നുള്ളതാണ് ഡബ്ല്യു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷൻ്റെ അകത്ത് 3 രീതിയിലാണ് പ്രോബ്ലംസ് വരുന്നത്. ബുക്ക് വാല്യൂന്റെ ബേസ് ചെയ്ത് വാക്ക് കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് വാക്ക് കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള സിറ്റുവേഷനും വരാം. അതായത് ബുക്ക് വാല്യൂവും മാർക്കറ്റ് വാല്യൂവും കൂടെ ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യനും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഇന്ന് നമ്മൾ നോക്കുന്നത് ബുക്ക് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്നാ കമ്പനി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ക്യാപിറ്റൽ എമൗണ്ടിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ആദ്യത്തെ പ്രോബ്ലത്തിൽ തന്നെ നോക്കിയേ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 60 lakh ആണ്, പ്രിഫറൻസ് ഷെയർ 20 lakh ആണ്, ഡിബഞ്ചേഴ്സിന് 10 lakh ആണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് 10 lakh ആണ്. അപ്പം ഈ പറയുന്ന എമൗണ്ടുകളെല്ലാം എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന വാല്യൂ ആണ്. ആ വാല്യൂവിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ഇവിടെ എക്സ് ലിമിറ്റഡിന്റെ ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ കോമ്പോസിഷന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഇക്വിറ്റി ഷെയറിന്റെ 60 lakh, പ്രിഫറൻസ് ഷെയർ 20 lakh, ഡിബഞ്ചേഴ്സ് 10 lakh, റീറ്റെയിൻഡ് പ്രോഫിറ്റ് 10 lakh. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് വാക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാക്കിന് നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് രീതിയിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തേത് കെ ഇൻറ്റു W1 പ്ലസ് കെ ഡി ഇൻറ്റു W2 പ്ലസ് കെ പി ഇൻറ്റു W3 പ്ലസ് കെ ആർ ഇൻറ്റു W4. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സോഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഹെഡ് അതേപോലെ തന്നെ എടുത്തെഴുതുക. ഇവിടെ ഈ ഇക്വേഷന് നമുക്കിനി അടുത്ത് തന്നെ വേണ്ടേ വെയിറ്റ് എത്ര ആണ് എന്നുള്ളത് അറിയണം. അപ്പം വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, വെയിറ്റ് കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയറിനെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് ഈ 60 ലക്ഷമാണ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്. 60 ലക്ഷം ഡിവൈഡഡ് ബൈ 1 crore, അതായത് ടോട്ടൽ എമൗണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. 60 lakh ഡിവൈഡഡ് ബൈ 1 crore ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ വെയിറ്റ് കിട്ടി. രണ്ടാമത്തെ പ്രിഫറൻസിന്റെയോ 20 lakh ഡിവൈഡഡ് ബൈ 1 crore ചെയ്താൽ മതി. ഡിബഞ്ചറോ 10 lakh ഡിവൈഡഡ് ബൈ 1 crore. റീറ്റെയിൻഡോ 10 lakh ഡിവൈഡഡ് ബൈ 1 crore. അങ്ങനെ വരുന്ന വാല്യൂസ് ആണിത്. പിന്നെ അടുത്തത് കോസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 12%, 10%, 7%, 11%. അത് അതേപോലെ തന്നെ എടുത്തെഴുതുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക്, അതായത് വെയിറ്റും കോസ്റ്റ് പെർസെൻറ്റേജും അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പിന്നെ കിട്ടുന്നതെന്ന് പറയുന്നത് വെയ്റ്റഡ് കോസ്റ്റ് പെർസെൻറ്റേജ് ആണ്. വെയ്റ്റഡ് കോസ്റ്റ് പെർസെൻറ്റേജ്. അപ്പം ഇതും അതായത് വെയിറ്റും കോസ്റ്റ് പെർസെൻറ്റേജും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് വെയ്റ്റഡ് കോസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്തോണം, ഇവിടെ നിങ്ങൾക്ക് കോസ്റ്റ് പെർസെൻറ്റേജിൽ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന 12%-നെ അല്ലെങ്കിൽ 10%-നെ ഒന്നും നിങ്ങൾ
ഡെസിമലിലോട്ട് മാറ്റണ്ട. കാരണം ഓൾറെഡി നിങ്ങൾക്ക് പെർസെൻറ്റേജിൽ തന്നെയാണ് വാല്യൂ വേണ്ടത്. അപ്പം 0.6 ഇൻറ്റു 12 ചെയ്താൽ 7.2 കിട്ടും. 0.2 ഇൻറ്റു 10 ചെയ്താൽ 2 കിട്ടും. അങ്ങനെ ഇതെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.1 ഇൻറ്റു 7 0.7 ആണ്. 0.1 ഇൻറ്റു 11 1.1 ആണ്. ഇനി വാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വെയ്റ്റഡ് കോസ്റ്റ് പെർസെൻറ്റേജിന്റെ ടോട്ടലിനെയാണ് നമ്മൾ വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 7.2 പ്ലസ് 2 പ്ലസ് 0.7 പ്ലസ് 1.1 ചെയ്താൽ 11% കിട്ടും. കാരണം ഇതെല്ലാം പെർസെൻറ്റേജ് വാല്യൂ. അപ്പം ഡയറക്റ്റ് പെർസെൻറ്റേജിലുള്ള വാല്യൂ തന്നെ കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് വാക്കിൻ്റെത് സമ്മേഷൻ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഡബ്ല്യു ആണ്. ഇത് നമുക്ക് ഇത്രയും ബോക്സും കാര്യങ്ങളും ഒന്നും വേണ്ട, ഡയറക്റ്റ് ഒറ്റ ലൈനിൽ കിട്ടുവാണ് ചെയ്യുന്നത്. അവിടെ പക്ഷെ ഓർത്തോണം, ആ ഡയറക്റ്റ് ആയിട്ട് ഒറ്റ ലൈനിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ടും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ആഫ്റ്റർ ടാക്സിന്റെ എമൗണ്ടും കിട്ടിയിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ എത്ര എമൗണ്ട് പറയുന്നത്? ഇക്വിറ്റിയുടെ 60 lakh ആണ്. 60 lakh ഇൻറ്റു 0.12 വേണം ചെയ്യാൻ. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒറ്റ ലൈനിൽ ചെയ്യുന്ന ഇക്വേഷൻ വരുമ്പോൾ, അതായത് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഓർത്തോണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ എമൗണ്ടുകളെ നിങ്ങൾ ഡെസിമലിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം, പെർസെൻറ്റേജിനെ മാറ്റിയിട്ടുണ്ടായിരിക്കണം. 60 lakh ഇൻറ്റു 0.12 പ്ലസ് 20 lakh ഇൻറ്റു 0.10 പ്ലസ് 10 lakh ഇൻറ്റു 0.07 പ്ലസ് 10 lakh ഇൻറ്റു 0.11. അത്രയും ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇക്വേഷനാണ് നിങ്ങൾ ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് കാണിക്കുന്നത്. അതെന്നാ എമൗണ്ട് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്തേക്കുക, അതിന്റെ സബ്മിഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി സബ്മിഷൻ ഡബ്ല്യു ആണ് ചെയ്യേണ്ടത്. അതായത് ഇതിന്റെ ടോട്ടൽ, അതായത് 1 crore വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതല്ല ഇവിടെ കാണിച്ചിട്ടുള്ളത് 60 lakh ഇൻറ്റു 0.12 പ്ലസ് നമ്മൾ ആ ഓരോന്നിന്റെ എമൗണ്ട് ഇൻറ്റു കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ കോസ്റ്റ് ആഫ്റ്റർ ടാക്സിന്റെ എത്ര ആണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അതും ഡെസിമലിൽ വേണം ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ആണോ എമൗണ്ടിന്റെ ടോട്ടൽ, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നതാണ് ബാക്കിന്റെ വാല്യൂ 11.11. ഇവിടുത്തെ വാല്യൂവും, അതായത് ആദ്യത്തെ ഇക്വേഷനും ഈ രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ കുറച്ച് വാല്യൂയിലുള്ള വ്യത്യാസമേ കാണത്തുള്ളൂ, വലിയ വ്യത്യാസം കാണത്തില്ല എന്നുള്ളത് ഓർത്തോണം. രണ്ട് രീതിയിൽ ചെയ്താലും കിട്ടുന്ന വാല്യൂ കറക്റ്റ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ചെയ്യാൻ ആ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഡിലിമിറ്റഡ് ഹാസ് ദ ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് സോഴ്സ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണെന്നും അതിന്റെ എമൗണ്ട് എത്ര ആണെന്നും പിന്നെ ഇവിടെ എക്സ്ട്രാ തന്നിട്ടുള്ളത് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് എത്ര ആണ് എന്നുള്ളത് ഓൾറെഡി തന്നേക്കുക. അതുപോലെ തന്നെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് തന്നേക്കുക. പ്രൊപ്പോർഷൻ ഓൾറെഡി തന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നിൽക്കണ്ട, നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ വാല്യൂം തന്നേക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് ഫണ്ട് അതേപോലെ തന്നെ എടുത്തെഴുതുക, എമൗണ്ടിന്റെ വാല്യൂ അതേപോലെ എടുത്തെഴുതുക. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റിന്റെ പെർസെൻറ്റേജ് എത്ര ആണോ അതും എടുത്തെഴുതുക. ഇനി നമ്മൾ എന്നാ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ എമൗണ്ട്, അതുപോലെ തന്നെ. കാരണം ഇവിടെ ഓൾറെഡി പ്രൊപ്പോർഷൻ തന്നിട്ടുള്ളതുകൊണ്ട് ഈ എമൗണ്ടും ആഫ്റ്റർ ടാക്സ് കോസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 15 lakh ഇൻറ്റു 5 ചെയ്താൽ 75,000 കിട്ടും. 5% ആണ്, 5% വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5/100 എന്നുള്ള രീതിയിൽ തന്നെ ചെയ്താലേ 75,000 കിട്ടത്തുള്ളൂ. 12 lakh ഇൻറ്റു 10/100 ചെയ്താൽ 1,20,000. അതായത് നമ്മൾ ഇതിനെ പെർസെൻറ്റേജിനെ ഡെസിമലിലോട്ട് ആക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 18 lakh ഇൻറ്റു 0.12 ചെയ്താൽ 2,16,000 കിട്ടും. 15 lakh ഇൻറ്റു 0.11 ചെയ്താൽ 1,65,000 കിട്ടും. അപ്പം ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കിട്ടി. പിന്നെ എന്നാ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുക. 75,000 പ്ലസ് 1,20,000 പ്ലസ് 2,16,000 പ്ലസ് 1,65,000 ചെയ്താൽ 5,76,000 കിട്ടും. ഇത് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ആണ്. ഇനി എന്നാ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഡബ്ല്യു ആണ്. നമുക്ക് ഓൾറെഡി ഇവിടെ ടോട്ടൽ വാല്യൂ ഉണ്ട്. ഈ ടോട്ടൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ, അതായത് നിങ്ങൾ എക്സ് ഡബ്ല്യുവിന്റെ സമ്മേഷൻ അല്ലേ ഈ 5,76,000, അത് ഡിവൈഡഡ് ബൈ 60 lakh എന്ന് പറയുന്ന എമൗണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ ഇൻറ്റു 100 കൂടെ ചെയ്താലേ പെർസെൻറ്റേജിൽ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പൊ അങ്ങനെ കിട്ടുന്നതാണ് 9.6% എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനാണ് നിങ്ങൾക്ക് ഇപ്പം പ്രൊപ്പോർഷനും കൂടെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എമൗണ്ട് പ്രൊപ്പോർഷൻ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്. എമൗണ്ട് ഇൻറ്റു ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് പെർസെൻറ്റേജ് ചെയ്താൽ ടോട്ടൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കിട്ടും 5,75,000 എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ ഇൻറ്റു 100 കൂടെ ചെയ്യുക. ഈ
100 കൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 9.6% എന്നുള്ള രീതിയിൽ കിട്ടുവാണ് ചെയ്യുന്നത്. ഇത് ഇത്രയും മനസ്സിലായോ?